എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാ ദിവസവും കുറച്ച് പേര് വന്നിട്ട് ചോദിക്കും, ഈ ഇറാനിലൊക്കെ യുദ്ധം നടക്കണേന് സുനിത എന്തിനാ ഈ വിഷയത്തിലൊക്കെ വീഡിയോ ചെയ്യണേ? സുനിതയ്ക്ക് മറ്റേ പഞ്ചായത്തിലെ പൈപ്പ് പൊട്ടിയതോ അല്ലെങ്കിൽ KSRTC ബസ്സിന് ടയർ പോയി അങ്ങനെ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്ത് ഒരു കാര്യമില്ല, അത് ഇറാനിലെ വിഷയമൊക്കെ എന്തിനാ വീഡിയോ ചെയ്യണമെന്ന്. ആ ചോദിച്ചവന്മാരൊക്കെ ഒന്നും ഇങ്ങോട്ട് വന്നേ, കുറച്ച് കാര്യം പറയാനുണ്ട്. സ്വന്തം അടുക്കളയിലൊന്ന് കയറി നോക്ക്, അവിടെ ഗ്യാസ് കുറ്റി ഇരിപ്പുണ്ടോ? ഗ്യാസ് കുറ്റി എത്രയാ ഇപ്പോൾ ഒരു ഗ്യാസ് കുറ്റിയുടെ വില? എന്താ കാരണം? കാരണം എന്താ? കേന്ദ്ര സർക്കാർ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഗ്യാസ് കുറ്റിയുടെ മേലെ ഇപ്പോൾ കൊണ്ടുവന്ന് വില കൂടിയോ, ഇത്ര ദിവസത്തിനുള്ളിൽ രണ്ടാമത് നിറയ്ക്കാൻ പറ്റും നിയന്ത്രണമൊക്കെ വന്നോ? എന്താ കാരണം? എന്താ? ഹോർമൂസ് കടലിടുക്ക് അടച്ചു. അതിലൂടെയാണ് ഈ ചരക്കുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അമേരിക്ക ഇറാൻ സംഘർഷം കേരളത്തിലെ അടുക്കളയിലും എത്തി. വല്ലതും മനസ്സിലായോ? ഈ ഖമനയെ കൊന്നാൽ എല്ലാം തീരുമെന്നായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഒന്നും തീർന്നില്ല. ഭരണമാറ്റം ഉണ്ടായില്ല, ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചില്ല, ആണവായുധം ഇറാന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, അഥവാ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. ഗൾഫിൽ പ്രശ്നം തുടങ്ങി. ട്രംപിന് 8ന്റെ പണികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ മോദിക്ക് ട്രംപിനെ ഭയങ്കര പേടി. മോദി പേടിക്കുന്ന ട്രംപിന് ആരെയാ പേടി? നെതന്യാഹുവിനെ ഭയങ്കര പേടി. നെതന്യാഹുവിന് ആരെയാ പേടി? ഇസ്രായേലിൽ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ, ആ പൊതു തെരഞ്ഞെടുപ്പിലെ തോൽവിനെ, തോറ്റു കഴിഞ്ഞാൽ യുദ്ധ കുറ്റവാളിയാണല്ലോ നെതന്യാഹു, ജയിലിൽ പോയി കിടക്കുന്നതിനെയൊക്കെ പേടി. അതുകൊണ്ട് എന്തും ചെയ്യാൻ, അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്നുള്ള പോലത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ് നെതന്യാഹു. ഇറാനിയൻ സൈനികർ ശരിക്കും മരിക്കുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടാണ്. ഇസ്രായേൽ സൈനികരും മരിക്കുന്നത് അവരുടെ രാജ്യം കാക്കാൻ വേണ്ടി പൊരുതി വീണിട്ടാണ്. ഈ അമേരിക്കൻ സൈനികർ എന്തിനാ ശരിക്കും മരിക്കുന്നത്? നമ്മൾ ഈ എള്ള ഉണക്കുമ്പോൾ എണ്ണ കിട്ടും, അല്ലെങ്കിൽ കുറിഞ്ചാത്തൻ എന്തിനാ ഉണങ്ങുന്നതെന്ന് ചോദിക്കുന്ന പോലെ എന്തിനാ ഈ അമേരിക്കൻ സൈനികർ എന്തിനാ ശരിക്കും മരിച്ചു വീഴുന്നത്? ആർക്ക് വേണ്ടിയാ? ട്രംപിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്താണ് അമേരിക്കൻ സൈനികർ ഇപ്പം മരിച്ചു വീഴുന്നത്. അമേരിക്കയിൽ നല്ല അസംതൃപ്തി ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഗൾഫ് മേഖലയെ എത്രമാത്രം അസ്ഥിരമാക്കിയിരിക്കുന്നു. എത്ര മലയാളികളും ഇന്ത്യക്കാരും താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ ഹാരറ്റ്സ് പത്രത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫ് രാജ്യങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ യുദ്ധരീതിയോടൊക്കെ കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അമേരിക്കൻ പ്രതിരോധ സഹായം ഇവർക്ക് കിട്ടുന്നില്ല, അമേരിക്ക സഹായിക്കുന്നില്ല ഗൾഫ് രാജ്യങ്ങളെ. ഗൾഫ് രാജ്യങ്ങൾ മുൻകൂട്ടി അറിയുക പോലും ചെയ്യാതെയാണ് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ സൗദി, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അമേരിക്കൻ സൈനിക ബേസുകൾക്ക് ഈ സ്ഥലം അനുവദിച്ചത് ഇറാന്റെ ഭീഷണികളിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയാ. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ സൈനിക ബേസുകളിൽ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുക, അമേരിക്ക സഹായിക്കുന്നില്ല. യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്ക ഗൾഫ് സഖ്യകക്ഷികൾക്ക് പ്രതിരോധ സഹായം നൽകുന്നില്ല ആവശ്യത്തിനെന്നാണ് പരാതി. ട്രംപ് ഭരണകൂടം ഇറാനിലെ ആക്രമണങ്ങൾക്ക് മുൻകൂട്ടി ഗൾഫ് രാജ്യങ്ങളെ അറിയിക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല, മുകളിൽ മിസൈലും ഡ്രോണും വന്ന് പൊട്ടുന്നത് മാത്രമേ അറിയുന്നുള്ളൂ. ഇസ്രായേലിന് പ്രതിരോധ സഹായം നൽകുന്നതിനാണ് അമേരിക്ക പ്രാധാന്യം നൽകുന്നത്, ഗൾഫിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ പല നേതാക്കന്മാരും ഭയങ്കര അസംതൃപ്തരാണ്. കാരണം അവരുടെ സുരക്ഷ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവരുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലായി. ഒരു പ്രധാന സംഭവം കുവൈറ്റിലെ ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ്. ഒരു സിവിലിയൻ തുറമുഖത്തിലെ പ്രവർത്തന കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ മരിച്ചുപോയി. ഈ കേന്ദ്രം ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ പോലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രധാന സൈനിക ബേസിൽ നിന്ന് 10 മൈലുകൾക്ക് അകലെയുള്ള ഈ സ്ഥലത്ത് പ്രതിരോധമില്ലാത്ത ഗൾഫ് രാജ്യങ്ങളുടെ പരാതികൾ ശരിവെക്കുകയാണ്. സ്റ്റേറ്റ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫ് നേതൃത്വം ട്രംപിന്റെ നയങ്ങളോട് കടുത്ത അസംതൃപ്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇറാൻ ആക്രമണങ്ങൾ, ദുബായ് നിർമ്മിച്ച ദുബായിയുടെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു, ഭയങ്കര സേഫ് ആയിട്ടുള്ള ഹാപ്പി ടൂറിസ്റ്റ് പോയിന്റ് എന്നുള്ള. ആ പ്രതിച്ഛായ തകർന്നു. ദുബായ് ഒരു ആഡംബര ടൂറിസം കേന്ദ്രമായും സുരക്ഷിത നിക്ഷേപ സ്ഥലമായും ഒരു എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള സ്ഥലമായിട്ടൊക്കെ അറിയപ്പെട്ട സ്ഥലമാണ്, ഒരു ഹാപ്പി സെന്റർ. എന്നാൽ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ, മിസൈല്, ഡ്രോണൊക്കെ ഈ മേഖലയെ അസ്ഥിരമാക്കി. ദുബായിയുടെ പ്രതിച്ഛായയിൽ വിള്ളലുകൾ വീണു, ടൂറിസം തകർന്നു, ആളുകൾ വരുന്നത് കുറഞ്ഞു, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു, നിക്ഷേപകർ ആശങ്കയിലായി. വിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ ദുബായിയുടെ സുരക്ഷിത ഒയാസിസ് ഇമേജ് യുദ്ധത്തിന്റെ ഭീതിയിൽ മങ്ങിയിരിക്കുകയാണ്. UAE ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സാമ്പത്തിക ആഘാതം എന്ന് പറയുന്നത് ആർക്കും നോക്കിയാൽ കാണുന്നതാണ്. പിന്നെ ഹോട്ടലുകളിലെ ബുക്കിംഗ് ക്യാൻസലേഷനുകൾ നടക്കുന്നു, ബിസിനസ് ഇടപാടുകൾ മാറ്റിവെക്കപ്പെടുന്നു, ഗൾഫ് മേഖലയുടെ സ്ഥിരതയെ തകർക്കുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായ നടപടികൾ സഖ്യകക്ഷികളെ അകറ്റി തുടങ്ങി. ഇറാൻ കൂടുതൽ ആക്രമണോത്സുകമായി ഓരോ ദിവസവും ആക്രമണം കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നു. സമാധാനത്തിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ വേഗത്തിലാക്കേണ്ട സമയത്ത് അമേരിക്കയും ഒക്കെ നിഷ്ക്രിയരായിട്ടിരിക്കുന്നു. ലോകം ഇത് നോക്കിക്കൊണ്ടിരിക്കുക, ഈ സംഘർഷം എങ്ങനെയാണ് ഇനി തീരാൻ പോകുന്നതെന്ന്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE, കുവൈത്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായുള്ള കരാറുകളിൽ നിന്ന്
പല വലിയ സാമ്പത്തിക കരാറിൽ നിന്നും പിന്മാറാൻ ആലോചിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നതായിട്ട് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യം ഗൾഫ് അമേരിക്ക ബന്ധങ്ങളിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട്. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ വലിയ സാമ്പത്തിക ആഘാതം തന്നെയാണ് എടുത്തു പറയുന്നത്. ബജറ്റ് സമ്മർദ്ദങ്ങൾ, നിക്ഷേപ പുനർവിചിന്തനങ്ങൾ, ഇറാന്റെ ആക്രമണങ്ങൾ ഈ ഹോർമുസ് കടലിടുക്ക് അടിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ ഉൽപാദനം, കയറ്റുമതി ഇതിനെയൊക്കെ വലിയ തോതിൽ ബാധിച്ചു. ഇത് ഊർജ്ജ വരുമാനത്തിൽ വൻതോതിലുള്ള ഇടിവിന് കാരണമായി. ടൂറിസം, ഏവിയേഷൻ മേഖലകളെ തകർത്തു. പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചു. ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങളൊക്കെ കണക്കിലെടുത്ത് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ടുള്ള കരാറുകളും നിക്ഷേപ പദ്ധതികളും ഒക്കെ പുനഃപരിശോധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഫോഴ്സ് മജൂർ എന്ന ക്ലോസുകൾ ഉപയോഗിച്ച് നിലവിലുള്ള കരാറുകളിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ വരെ ഗൾഫ് രാജ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. ഒരു ഗൾഫ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കോട്ട് ചെയ്തിട്ട് ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നത്, നിരവധി ഗൾഫ് രാജ്യങ്ങൾ നിലവിലുള്ള കരാറുകളിൽ നിന്ന് ഫോഴ്സ് മജൂർ ക്ലോസുകൾ പ്രയോഗിക്കാമോ എന്ന ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ നിക്ഷേപ വാഗ്ദാനങ്ങളൊക്കെ പുനഃപരിശോധിക്കും. ക്ലോസുകളൊക്കെ യുദ്ധത്തിന്റെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികളിലേക്ക് പോകുമെന്ന്. ഈ നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അതേസമയം ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധങ്ങളെ ഗൾഫ് രാജ്യങ്ങളുടെ ദുർബലപ്പെടുത്തുകയും കൂടിയാണ് ചെയ്യുന്നത്. നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതിന്റെ നിരാശ ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ യുദ്ധം അനാവശ്യമായൊരു ഭാരമായി മാറി. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ മേഖലയെ ഭയങ്കര അസ്ഥിരമാക്കിയതോടെ ഗൾഫ് നേതാക്കൾ അമേരിക്കയുടെ തീരുമാനങ്ങളോടുള്ള അസംതൃപ്തി പ്രകടിപ്പിച്ചു. 4 രാജ്യങ്ങളും യുദ്ധത്തിന്റെ ദീർഘകാല അപകട സാധ്യതകൾ വിലയിരുത്തി സംയുക്ത ചർച്ചകൾ നടത്തുന്നു. ഒരു പ്രമുഖനായ UAE ബിസിനസ്സുകാരനുണ്ട്, ഗലഫ് അൽ ഹബ്തൂർ. നിങ്ങൾക്ക് എക്സിൽ പോയി നോക്കിയാൽ പുള്ളിയുടെ അക്കൗണ്ട് കാണാൻ പറ്റും. അദ്ദേഹം ചോദിക്കുന്നത്, ഞങ്ങളുടെ മേഖലയെ ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഈ അപകടകരമായ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എടുത്തത്? ട്രിഗർ വലിക്കുന്നതിന് മുമ്പ് കൊളാറ്ററൽ ഡാമേജ് നിങ്ങൾ കണക്കാക്കിയോ എന്നുള്ള ചോദ്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വൈറലാണ് ആ ട്വീറ്റൊക്കെ. ഇത്തരം കടുത്ത വിമർശനമൊന്നും നമ്മൾ ഗൾഫിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. മര്യാദയ്ക്ക് ഇവർ സംസാരിക്കാറുള്ള എല്ലാ കാര്യത്തിലും. കൊളാറ്ററൽ ഡാമേജിന്റെ ഭീഷണി ഹോർമൂസിലെ ഇറാൻ ആക്രമണങ്ങളെ ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ കൊളാറ്ററൽ ഡാമേജിന് ഇരയാക്കിയിട്ടുണ്ട്. പ്രതിരോധ ചെലവുകൾ കൂടുന്നു. അൽ ഹബ്ദൂർ പറയുന്നത് പോലെ ഗൾഫ് രാജ്യങ്ങൾ സമാധാനത്തിനായി ബില്യണുകൾ ചെലവഴിച്ചു. എന്നാൽ ഇപ്പൊ ചോദിക്കുന്നത് സമാധാന പദ്ധതികൾക്കാണോ, ഞങ്ങൾ അപകടത്തിലാക്കുന്ന യുദ്ധത്തിനാണോ ഞങ്ങളിപ്പോൾ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ അമേരിക്കയായിട്ട് ഇവർക്ക് പലതരം സാമ്പത്തിക ഇടപാടുകളുണ്ടല്ലോ. ആ പണമൊക്കെ ഇറാനിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനമാണോ തരുന്നത്, അതോ ഞങ്ങളെ അപകടത്തിലാക്കുന്ന യുദ്ധത്തിന് ഞങ്ങൾ തന്നെ ഫണ്ട് ചെയ്ത അവസ്ഥയിലായോ എന്നുള്ള കൺഫ്യൂഷനിലാണ് അവര്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ശരിക്കും സ്വന്തം സാമ്പത്തിക സുരക്ഷയ്ക്കും ആ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്, അമേരിക്കയുമായുള്ള ബിസിനസ്സിനേക്കാൾ ഉപരി. ഈ ലോകത്തിലെ ഒരു ഏകദേശം 20% എണ്ണ, ഏകദേശം ഒരു 20 മില്യൺ ബാരൽ പ്രതിദിനം, ഒപ്പം ഒരു 20% ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് LNG ഷിപ്മെന്റുകളൊക്കെ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണം, ഭീഷണി, കപ്പലുകൾക്കെതിരായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവയൊക്കെ കാരണം ടാങ്കർ ഗതാഗതം ഇതിലൂടെയുള്ളത് ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണ ക്രൈസിസായി മാറി. എണ്ണയുടെയും ഗ്യാസിന്റെയും ഒക്കെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ ഏകദേശം $70 ഉണ്ടായിരുന്ന ദിവസങ്ങൾക്കുള്ളിൽ 110ലേക്കും 120ലേക്കും എത്തി. ഏകദേശം ഒരു 90-100 റേഞ്ചിലാണ് ഇപ്പോൾ ഈ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലും ഏഷ്യയിലും ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലൊക്കെ 75% എണ്ണ ഇറക്കുമതിയുടെയും വില കൂടി. LNG വിലകളും റെക്കോർഡ് നിലകളിലേക്ക് കയറി. പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുള്ള ഉൽപാദനം തടസ്സപ്പെടുകയും ചെയ്തു. ഈ വില വർധനവ് ലോകമെമ്പാടും പണപ്പെരുപ്പം, ഇൻഫ്ലേഷന് കാരണമാകുകയാണ്. സാമ്പത്തിക മാന്ദ്യമാണ് അടുത്തതായി നമ്മുടെ രാജ്യത്തെ കാത്തിരിക്കുന്നത്. രാജ്യത്തെ അല്ല, ലോകത്തെ തന്നെ കാത്തിരിക്കുന്നത്. പണ്ടത്തെ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക, അവസ്ഥയിലേക്കൊക്കെ വീണ്ടും പോകേണ്ടി വരുന്നത്. ഈ വർഷം ഇതേ അവസ്ഥ ഒരു വർഷമൊക്കെ നിന്നാൽ 10% എനർജി വില വർധനവ് ഗ്ലോബൽ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തെ 0.4 മുതൽ 0.8% വരെ വർദ്ധിപ്പിക്കുമെന്നാണ് IMFന്റെയും ക്യാപിറ്റൽ എക്കണോമിക്സിന്റെ ഒക്കെ കണക്കുകൾ പറയുന്നത്. യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയേക്കാൾ യൂറോപ്പിലും ഏഷ്യയിലും ഇത് വളരെ കൂടുതലാണ് ബാധിക്കുന്നത്. നോക്കൂ, അമേരിക്കയെ അല്ല ഡയറക്റ്റ് ആയിട്ട് ഇത് ബാധിക്കുന്നത്, ഏഷ്യയെയും യൂറോപ്പിനെയുമാണ്, നമ്മളെയാണ്. മനസ്സിലായോ? ട്രംപ് ഇറാനെ ആക്രമിച്ചത് എങ്ങനെയാണ് കേരളത്തിലെ അടുക്കളയെ ബാധിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഹോർമൂസ് അടച്ചതോടെ ടാങ്കറുകൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി റൂട്ട് മാറ്റിയൊക്കെ വരുന്നുണ്ട്. ഇതാണെങ്കിൽ യാത്രാ സമയം ആഴ്ചകളോളം കൂട്ടും. മറ്റത് വളരെ ദൂരം കുറഞ്ഞൊരു യാത്രയായിരുന്നു. ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ചാർജുകൾ തുടങ്ങിയ റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇത് എണ്ണയ്ക്കപ്പുറം മറ്റ് ചരക്കുകളുടെ എന്ന് വെച്ചാൽ കപ്പൽ ഗതാഗതം, ഏവിയേഷൻ്റെ ഒക്കെ മൊത്തത്തിലുള്ള വില കൂട്ടി. റിസഷൻ, സാമ്പത്തിക
ഭീഷണി, വളരെ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭീഷണിയൊക്കെ വളരെ ഭീകരമായ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് 30 ദിവസത്തിലകം അടച്ചു കഴിഞ്ഞാൽ പോലും ഗ്ലോബൽ റിസഷൻ സാധ്യത ഉയരും. ഗൾഫ് രാജ്യങ്ങളുടെ ഉൽപ്പാദനം തടസ്സപ്പെട്ടാൽ എണ്ണവില $100, $200 വരെ എത്തും. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കളയും. പ്രാദേശികം ആഗോളവുമായ വ്യത്യാസങ്ങൾ ഏഷ്യയും യൂറോപ്പും ഇതാണല്ലോ എനർജി ഇമ്പോർട്ടറുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഏഷ്യയും യൂറോപ്പിനിടെയാണ്. അമേരിക്കയ്ക്ക് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് അവരുടെ ഇത് ബാധിക്കുന്നത് ശരിക്കും കുറച്ച് കുറവാണ്. ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കൂടും, പണപ്പെരുപ്പം കൂടും, വളർച്ചാ നിരക്ക് എന്നിവയൊക്കെ താഴും. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ 10% മുകളിൽ തകരുമെന്നാണ് കണക്കുകൂട്ടൽ. പക്ഷെ ഇറാൻ യുദ്ധത്തിലായതുകൊണ്ടും അവർക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടും അവർക്കതൊന്നും പ്രശ്നമല്ല, അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു യുദ്ധത്തിലും അല്ല. പക്ഷേ ഈ യുദ്ധത്തിന്റെ ആഘാതം നമ്മളും അനുഭവിക്കേണ്ടി വരുന്നു. ഈ ആക്രമണങ്ങൾ ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള ഊർജ്ജ സുരക്ഷ, പണപ്പെരുപ്പം, വളർച്ച എന്നിവയെ നേരിട്ട് തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുക. യുദ്ധം നീണ്ടാലുണ്ടല്ലോ ഇത് ഈ പറഞ്ഞ സ്ഥലത്തൊന്നും ഇതിന്റെ ഇമ്പാക്ട് നിൽക്കാൻ പോകുന്നില്ല. എണ്ണവില, ഭക്ഷ്യവില, ഗതാഗത ചെലവ് ഒക്കെ ഉയർന്ന് ലോക സമ്പദ് വ്യവസ്ഥയെ വലിയൊരു ക്രൈസിസിലേക്ക് തന്നെ രോഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ സൈനികർ മരിക്കുന്നത് ട്രംപിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ഒരു 7ഓളം സൈനികർ ഇതുവരെ മരിച്ചിട്ടുണ്ട് ഏകദേശം. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ കാരണം മേഖലയിലെ US ബേസുകൾക്ക് ഭീഷണിയായി. ട്രംപ് പറയുന്നത് യുദ്ധം വേഗത്തിൽ തീരുമെന്നാണ്. പക്ഷെ ഇത് ഒരു വലിയ സൈനിക പ്രോജക്റ്റായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. സൈനികരുടെ ജീവിതം അപകടത്തിലാണ്. അപ്പോൾ ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര സഖ്യങ്ങളെ ദുർബലപ്പെടുത്തി. UK, യൂറോപ്യൻ യൂണിയൻ സഖ്യങ്ങൾ യുദ്ധത്തെ വിമർശിക്കാൻ തുടങ്ങി. അമേരിക്കൻ കോൺഗ്രസിനെ പൂർണ്ണമായി ഉൾപ്പെടുത്താത്തതിനാൽ ഭരണഘടനാപരമായ ലംഘനമാണെന്ന ആരോപണമുണ്ട്. രാജ്യത്തിനകത്ത് റിപ്പബ്ലിക്, ഡെമോക്രാറ്റ് വിഭാഗീയത കൂടി. പൊതുജനാഭിപ്രായം പലതരത്തിലായി. കുറേ പേര് ട്രംപിനെ പിന്തുണയ്ക്കുന്നു, കുറേ പേര് എതിർക്കുന്നു. അതിലൊക്കെ ഉപരി അമേരിക്കയ്ക്ക് ലക്ഷ്യം നേടാനായില്ല. ഖമനയെ കൊന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമനയെ അധികാരം ഏറ്റെടുത്തു. ഇറാന്റെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈലുകളും നാശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഭരണമാറ്റം ഉണ്ടാകാതെ വന്നതോടെ യുദ്ധം ദീർഘം. മറ്റേ ഷാ ഒരുങ്ങി കിട്ടിയൊക്കെ വന്നിരുന്നല്ലോ ഇറാനെ ഏറ്റെടുക്കുക, അതൊന്നും നടന്നില്ല. ഇറാൻ കൂടുതൽ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര പ്രതിച്ഛായയിൽ വലിയ ഇടിവുണ്ടായി. ട്രംപിന്റെ മാക്സിമം പ്രഷർ നയം എന്ന് പറയുന്ന ഡിപ്ലോമസിയെ തകർത്തു എന്നാണ് ഇപ്പോൾ ആരോപണം. 2015 ആണവ കരാർ JCPOA പിൻവലിച്ചത് ഇറാനെ കൂടുതൽ ആക്രമണോത്സവമായി. ഇപ്പോൾ ഒരു തടസ്സവും, അവർക്ക് എന്ത് വേണേലും ആരെയും ചെയ്യാം. യുദ്ധം ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ വീണ്ടും സജീവമാക്കിക്കൊണ്ടുവന്നു. മേഖലയിൽ വ്യാപകമായി യുദ്ധഭീഷണി ഉണ്ടാക്കി. ഈ യുദ്ധം ട്രംപിന്റെ 2ാം ഭരണകാലത്ത് ഏറ്റവും വലിയ പരാജയമാണെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ട്രംപ് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരാണ് ഇറാൻ ആക്രമിക്കാൻ പോയതെന്ന്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വ്യോമാക്രമണം ട്രംപിന്റെ തലയിൽ ഇടിത്തിയായിട്ട് വീണുകൊണ്ടിരിക്കുക. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക, ഭരണമാറ്റം ഉണ്ടാക്കുക, ഇതായിരുന്നല്ലോ ലക്ഷ്യം. ഇത് രണ്ടും നടന്നില്ല. പിന്നെ അവരെങ്ങനെ വിജയിക്കും? പകരം എന്താ ഉണ്ടായത്? അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ ഭാരം കൂടി. കേരളത്തിലെ അടുക്കളകളിൽ പോലും ഇതിന്റെ പ്രതിഫലനം എത്തി. ഹോർമോസിലൂടെയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ലോകവ്യാപകമായി ഗ്യാസിന്റെ എണ്ണയുടെയൊക്കെ വില ഉയർന്നു. ബുക്കിംഗ് നിയന്ത്രണം വന്നു. ഈ സംഘർഷം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഫെർട്ടിലൈസറിന്റെ ഭക്ഷ്യത്ത് വില 33% ഫെർട്ടിലൈസറുകളും സൾഫർ, അമോണിയ തുടങ്ങിയതൊക്കെ ഈ ഹോർമോസിലൂടെ കടന്നു പോകുന്നത്. ഇത് വില കൂട്ടി. വികസ്വര രാജ്യങ്ങളിൽ ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാവും. കൃഷിയെ ബാധിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് അതിനെയോ യുദ്ധഭീതി എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ വില താഴ്ത്തി. സേഫ് ഹേവൻ അസറ്റുകളിലേക്ക്, ഗോൾഡ്, യെൻ, സ്വിസ് ഫ്രാങ്കിലേക്കൊക്കെ ആളുകൾ മാറുകയാണ്. സ്റ്റോക്കിൽ എമർജൻസി ഏഷ്യ, ആഫ്രിക്ക കറൻസി പ്രഷർ, ട്രേഡ് ബാലൻസ് പ്രശ്നങ്ങൾ എല്ലാം ആകെ ആഗോള പ്രശ്നങ്ങളാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചോക്ക് പോയിന്റ് തകർന്നു എന്ന് പറയാവുന്ന അവസ്ഥയാണ് ശരിക്കും ഈ ട്രംപിന്റെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉണ്ടല്ലോ, ട്രംപിന്റെ വാലായി നടക്കുന്ന ആളാണ് JD വാൻസ്. പക്ഷെ പുള്ളി ഇതിൽ സ്വന്തമായിട്ടൊരു ട്വീറ്റ് പോലും ചെയ്തില്ല. ട്രംപിന്റെ ചില ട്വീറ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ സ്വന്തമായിട്ട് ട്വീറ്റ് ചെയ്യുന്നില്ല. ട്രംപിന്റെ 2ാം ഭരണകാലത്ത് വൈസ് പ്രസിഡന്റ് പരമ്പരാഗതമായി തന്നെ JD വാൻസ് ഒരു വിദേശ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ഇടപെടലുകളൊക്കെ എതിർപ്പുള്ള ഒരാളാണ്. 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇറാനുമായുള്ള യുദ്ധത്തെക്കുറിച്ച് അന്ന് JD വാൻസ് പറഞ്ഞത് വളരെ ചെലവേറിയതായിരിക്കും, അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്നാണ്. പക്ഷേ ട്രംപിനെ പേടിച്ചാകാൻ യുദ്ധം തുടങ്ങിയപ്പോൾ മാർച്ച് 3 ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കയെ വ്യക്തമായ ലക്ഷ്യമില്ലാതെ ദീർഘകാല യുദ്ധത്തിലേക്ക് കൊണ്ടുപോകില്ല. ഇറാനെ ആണവായുധം നേടുന്നത് തടയുക എന്നാണ് ഓപ്പറേഷണൽ ലക്ഷ്യം. ട്രംപ് അത് പൂർത്തിയാക്കുമെന്ന്. പക്ഷേ ട്രംപ് അത് പൂർത്തിയാക്കിയില്ല. ട്രംപിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. യുദ്ധം നീണ്ടുപോവാണ്. JD വാൻസ് അതിനുശേഷം നിശബ്ദനാണ്. JD വാൻസ് മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഭൂരിഭാഗവും ട്രംപിനെ പിന്തുണച്ചെങ്കിലും ചില പ്രമുഖരൊക്കെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അനുയായികളൊക്കെ അസംതൃപ്തിയരാണ്. ഡെമോക്രാറ്റുകൾ ഏകകണ്ഠമായി തന്നെ യുദ്ധത്തെ എതിർത്തു. ഇത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഹൗസ് മൈനോറിറ്റി ലീഡർ ഹക്കീം ജെഫ്രീസും സമാനമായി പരാമർശങ്ങൾ ഉൽക്കിക്കുന്നു. പോളുകൾ പ്രകാരം 59% അമേരിക്കക്കാർ യുദ്ധത്തെ എതിർക്കുകയാണ്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകളും ഇൻഡിപെൻഡന്റുകളും. റിപ്പബ്ലിക്കൻസിനിടയിലും ഭിന്നതയുണ്ട്. ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണും സെനറ്റ് മെജോറിറ്റി ലീഡർ ജോൺ തൂണും ട്രംപിനെ പിന്തുണച്ചു, ഇറാന്റെ ആണവ ഭീഷണിയെ ചൂണ്ടിക്കാണി. എന്നാൽ മാഗ ഇൻഫ്ലുവൻസർമാരായ ടക്കർ കാൺസനും മാർജോറി ടൈലർ ഗ്രീനും യുദ്ധത്തെ വഞ്ചന എന്നാണ് വിളിക്കുന്നത്. റിപ്പബ്ലിക്കൻ റിപ്രസെൻറ്റേറ്റീവ് തോമസ് മാസി കോൺഗ്രസിന്റെ അനുമതി ആവശ്യപ്പെട്ടു. യുദ്ധം മാഗ കൂട്ടായ്മയെ വിഭജിച്ചു എന്ന് പറയുന്നു. ഈ ബ്ലൂംബർഗിന്റെ ഒരു പോള് വന്നത് പ്രകാരം യുദ്ധത്തിനുള്ള പിന്തുണ 27% ട്രംപിന് കിട്ടുന്നത്. വിയറ്റ്നാം യുദ്ധത്തെക്കാൾ കുറവ്. ട്രംപിന്റെ വിദേശ നയം 60% അമേരിക്കക്കാരും പിന്തുണയ്ക്കുന്നില്ലെന്നാണ് ഈ പോളുകൾ ബ്ലൂംബർഗ് നടത്തിയതിൽ കാണുന്നത്. മൊത്തത്തിൽ നായര് പിടിച്ച പുലിവാല് പോലെ ആയിട്ടുണ്ട് ട്രംപിന്റെ അവസ്ഥ. ഇറാൻ യുദ്ധം എവിടെ അവസാനിപ്പിക്കണമെന്ന് പുള്ളിക്ക് അറിയുന്നില്ല. ഇറാൻ ആണെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, യുദ്ധം തുടങ്ങിയത് നിങ്ങളല്ലേ, ഇനി അവസാനിപ്പിക്കുന്നത് എപ്പോഴോ എന്ന് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങൾ അസ്ഥിരതയും ഭീഷണിയും ഉണ്ടാക്കുന്നു. ട്രംപിന് തോൽവി എന്തെന്ന് ഇതുവരെ സത്യത്തിൽ അറിയില്ല. ചിലപ്പോൾ ട്രംപിനെ തോൽവി എന്താണെന്ന് പഠിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞേക്കും. ഇതൊക്കെയാണ് അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലെ കുറച്ച് യുദ്ധ അപ്ഡേറ്റുകൾ. നമ്മൾ 2-3 ദിവസമായി ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് പറഞ്ഞതാണേ. അപ്പോൾ നാളെ കാണാം.